ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വേൾഡ്. അപ്പോൾ LDCയുടെ തേർഡ് സ്റ്റേജിന്റെ എക്സാം ഇന്നലെയായിരുന്നു. തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലയിലുള്ളവർക്കായിരുന്നു എക്സാം. എനിക്കും ഇന്നലെയായിരുന്നു കേട്ടോ എക്സാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസും ഉണ്ട്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്, കുറച്ചൊക്കെ നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഇനി എഴുതുന്നവർക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് എഴുതാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ അറിയാവുന്നവർ ഉണ്ടാകാൻ തീർച്ചയായിട്ടും. എന്നാലും എന്താണ് ഇൻ കേസ് ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതില് ഇപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സിന്റെ നമ്മൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറഞ്ഞ തൊട്ട് മുമ്പ് ഈ ഒരു തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട നടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ആ പറഞ്ഞതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മുൻപത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ. പ്രധാനപ്പെട്ട ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗത്തുനിന്നും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ലിസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റൻസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നലെ നടന്നതെന്ന് ഒന്ന് നോക്കാട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളുടെ ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടില്ലേ. ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് നോക്കുമ്പോൾ ആൻസർ കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ മെസോസോയിക്ക്, ക്രിട്ടീഷ്യസ്, പിന്നെ ഹിമാലയൻ ഓറോജിനി, തൃതീയ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് റീഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമുക്കറിയാം വോൾക്കാനിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഡെക്കാൻ പീഠഭൂമിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അത് വരുന്നത് ഓൺലി ഓപ്ഷൻ ബി ആണ്. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ്റെ ആൻസറിലേക്ക് എത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമ്മൾ എന്താണ് ആദ്യമേ തന്നെ എന്താണ് ഇനി ടൈം കിട്ടില്ല എന്ന് പറഞ്ഞ് കറക്കി കുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അതുപോലെ തന്നെ 11ാമത്തെ നോക്കിയേ, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആക്ച്വലി നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതെനിക്കറിയില്ലല്ലോ എന്ന് തോന്നും. കാരണം ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഏതാണെന്ന് തോന്നും. പക്ഷേ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൽമനൈറ്റ് നിക്ഷേപമാണ് കേരള തീരത്ത് കൂടുതലുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൽമനൈറ്റ് എന്നുള്ള ആ ഒരു ആൻസറിലേക്ക് എത്താൻ സഹായിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ ഇത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു CSO NSSO ഒക്കെ ആദ്യത്തേൽ നമ്മൾ ടെസ്റ്റ് സീരീസിലൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. CSO NSSO ഒക്കെ GDP കണക്കാക്കുന്നത് CSO ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതിയുടെ പേര് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ഒരു ചാൻസ് മേക്ക് ഇൻ ഇന്ത്യ ആണോ ഡിജിറ്റൽ ഇന്ത്യ ആണോ എന്നുള്ളതാണ്. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ വരാൻ സാധ്യതയില്ലല്ലോ എന്നുള്ള ഒരു, അതായത് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വരണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ആകാനുള്ള ചാൻസ് എന്നുള്ള ആ ഒരു ഐഡിയ വെച്ചിട്ടെങ്കിലും നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, കാരണം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ ആക്കുക ഇന്ത്യ എന്നുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യ. അത് മേക്ക് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. എനിവേസ് ഇതൊക്കെ ഡയറക്റ്റ് അറിയാവുന്നവരും ഉണ്ടാവുക കേട്ടോ. പിന്നെ അതേ നമ്മൾ പറഞ്ഞ ലിസ്റ്റിന്റെ ഇതില് സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത ഒരെണ്ണേ ഉള്ളൂ വനം. ഓക്കെ, ഇപ്പൊ കൃഷിയൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത് ഇപ്പൊ കാലക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആരും ഇപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ പണ്ടാരപ്പാട്ടമാണ് ആദ്യം വരുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താൻ പറ്റും. കാരണം 3 തുടങ്ങുന്ന അതിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിന്റെ വർഷം അറിഞ്ഞില്ലെങ്കിൽ പോലും ഒന്നിന്റെ അറിഞ്ഞില്ലെങ്കിൽ സാറില്ല. പണ്ടാരപ്പാട്ടമാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇതിൽ ആദ്യം ഇതിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ. അതുപോലെ തന്നെ 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാന്നുള്ളത്. ഇത് ആക്ച്വലി എക്സാക്റ്റ് ആയിട്ട് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് പഠിക്കുന്നവർക്ക് ഇതറിയാൻ പറ്റും. അല്ലാത്തവർക്ക് പശ്ചിമഘട്ടം ഉണ്ടാകും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്, CM DM. അതിൽ മഡഗാസ്കർ ഇന്ത്യയുടെ ഭാഗത്ത് വരുന്നതല്ല എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയിലോട്ട് എത്താൻ പറ്റും. നമുക്ക് എക്സാക്ട് പറയുകയാണെങ്കിൽ അത് ഒരു ഐലൻഡ് നേഷനാണ് മഡഗാസ്കർ. ഈസ്റ്റേൺ കൺട്രി എന്നൊക്കെ പറയാം ആഫ്രിക്കയുടെ, അല്ലെങ്കിൽ ഒരു എന്താണ് സൗത്ത് ഈസ്റ്റേൺ ആ ഒരു മേഖലയിലാണുള്ളത്. അത് ആക്ച്വലി ഇതിൽ വേൾഡിലെ തന്നെ 4th ലാർജസ്റ്റ് ഐലൻഡ് നേഷനാണ് മഡഗാസ്കർ. ഇനി എഴുതുന്നവര് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ എല്ലാം ആൻസർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. സെക്കൻഡ് റീഡിങ്ങിൽ ഏതെങ്കിലും ലോജിക്കലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, മാക്സിമം വകുപ്പുകളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേയധികം ചോദ്യങ്ങൾ എന്താണ് വകുപ്പ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ചോദ്യം കണ്ടില്ലേ,
29ാമത്തെ ചോദ്യം. ഇതൊക്കെ എക്സാക്ട് വകുപ്പ് വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ആക്ടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വകുപ്പും അതുപോലെ പിഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എക്സാക്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ എടുത്ത് മാത്സ് ഫോളോയിങ്. അപ്പോൾ അത് കുറച്ച് ടഫ് ആവാൻ ചാൻസ് എന്തെങ്കിലും. അതുപോലെ കേരള ഗവേണൻസിൽ ഇപ്പോൾ KS ആൻഡ് SSR റൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ശിക്ഷണ നടപടികളൊക്കെ സംബന്ധിച്ച്. അപ്പോൾ ഇനി എക്സാം എഴുതുന്നവർ മാക്സിമം ആക്ടും അതുപോലെ തന്നെ കേരള ഗവേണൻസ് ടോപ്പിക്സും ഇൻഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു ടിപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് മാർക്സ് പോകരുത് എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിൽ നിന്നുള്ള അതൊക്കെ നമ്മളോട് അറിയുന്നവരുണ്ടാകാം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അത്യാവശ്യം നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ടാകും. അതിന് ബേസിക് അറിവുകൾ മതി അവിടെ. ഓക്കെ. എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ ആദ്യമേ തന്നെ ഇനി ടൈം കിട്ടില്ല എന്ന് വിചാരിച്ച് ആൻസർ പോയി ചെയ്യാതെ സെക്കൻഡ് റീഡിങ്ങിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. കാരണം അത്യാവശ്യം എന്തൊക്കെ ചെയ്താലും നമുക്കൊരു എബവ് 70 എങ്കിലും ആൻസർ ചെയ്യണം. അപ്പം അത്യാവശ്യം അറിയുന്നത് പോലും നമുക്ക് ചിലപ്പോൾ 50 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാവർക്കും അല്ലാട്ടോ, നല്ലോണം പഠിക്കുന്നവർക്ക് ചിലപ്പോൾ എന്താണ് 75 മുകളിലൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷെ എന്താണ് ജസ്റ്റ് അതായത് ഇപ്പോഴും സ്റ്റിൽ ആൻസർ ചെയ്ത് വരുമ്പോൾ 50, 60 ഇടയിൽ നിൽക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 40, 50 റേഞ്ചിൽ നിൽക്കുന്നവരുണ്ടാവും മാർക്സ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് മാക്സിമം നമുക്കൊരു 75 എബവ് എങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. എന്നാലല്ലേ ഇത് ഈ ഒരു എക്സാം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു സ്കോറിംഗിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് അധികം വരാനും പാടില്ല. അപ്പോൾ ലാസ്റ്റ് ഇതിൽ നമ്മൾ സെക്കൻഡ് റീഡിങ്ങിലേക്ക് വെക്കുമ്പോൾ ലോജിക്കലി നമുക്ക് എന്തെങ്കിലും ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ബേസിക് അറിവുകൾ വെച്ചിട്ട് സമാധാനമായിട്ട് ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ തോന്നി. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് മാത്സ് പോലത്തെ കാര്യങ്ങൾ ആണ് അടുത്ത മൂന്നാമത്തെ കാര്യം. നമ്മൾ ഓരോ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലും തേർഡ് സ്റ്റേജ് ആണെങ്കിലും ഓരോന്നിലും അവർ ഓരോരോ ഭാഗങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പോളിഗണിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ചത്. ഇപ്പോൾ മൂന്നാമത്തേൽ കലണ്ടറും ക്ലോക്കും ഇതുവരെ ചോദിച്ചിരുന്നില്ല. അപ്പോൾ ഈ കലണ്ടറും ക്ലോക്കും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. കുറേ നേരം ടൈം അതിൽ ഇരുന്ന് ചെയ്യാൻ നിൽക്കരുത്. ഫസ്റ്റത്തേൽ നമ്മളൊരു ആൻസർ ചെയ്യും, അതും നമുക്ക് എന്താണ് കിട്ടണില്ല എങ്കിൽ അടുത്തയിലേക്ക് പോയി പിന്നെ ഒരു റൗണ്ടും കൂടെ വരുമ്പോൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ മാർഗം. കാരണം നമ്മൾ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് വലിയൊരു പ്രശ്നമാകും ചിലപ്പോൾ. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം വേറെ ഒന്നുമല്ല, കറണ്ട് അഫയേഴ്സ്. നാലാമത്തെ ഒരു കാര്യം കറണ്ട് അഫയേഴ്സ് ആണ്. അത്യാവശ്യം നല്ല കറണ്ട് അഫയർ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എന്താണ് നല്ല എത്രത്തോളം കിട്ടാമോ അത്രത്തോളം നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ടു ദ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. കാരണം ഏത് ഇതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നമുക്കൊരു ബേസിക് അറിവ് എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് കൂടുതൽ ചോദ്യങ്ങൾ കാണുക എന്നുള്ളത് മാത്രമായിരിക്കുള്ളൂ മാർഗം എന്നാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മലയാളം എന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിരുന്നു ഈ ഒരു പേപ്പറിൽ കേട്ടോ. ഇപ്പൊ ഈ കഴിഞ്ഞ പേപ്പറിൽ ബാക്കിയൊന്നും അത്ര തോന്നിയിരുന്നില്ല. ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും ഇംഗ്ലീഷ് ഒക്കെ അതിൽ തോന്നിയിരുന്നെങ്കിലും ഇത് ഇംഗ്ലീഷ് സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല എന്തായാലും ടഫായിട്ടാണ് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ പിരിച്ചെഴുത്തൊക്കെ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഇനി പിരിച്ചെഴുത്ത് വരുമെന്നും യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ആ ഒരു ഏരിയ ടച്ച് ചെയ്യില്ല, വേറെ ഏരിയയിലേക്ക് പിടിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് മാക്സിമം നന്നായിട്ട് തന്നെ ആ ഒരു ഏരിയയൊക്കെ നോക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു ഒറ്റ എക്സാം ആയതുകൊണ്ടായിരിക്കണം ഇത്രത്തോളം ഒരു ഇത് ലെവലിൽ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. ഇനി എഴുതാൻ പോകുന്നവർക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ. ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ടിപ്സ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയാൻ തോന്നിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി LGSന്റെ ഒക്കെ വരുന്നുണ്ട്. LGS അതുപോലെ LSGS അസിസ്റ്റന്റ് മാനേജറിന്റെ ഒക്കെ മെയിൻസ് എക്സാമിന്റെ, അതുപോലെ ഇനി അങ്ങോട്ട് കുറേ എക്സാമുകളിലേക്ക് ഉണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരാം കേട്ടോ. ഇനിയുള്ള അടുത്ത വീഡിയോസുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ നമുക്ക് അധികം ഇടാനൊന്നും സാധിച്ചില്ല കുറച്ച് കാര്യങ്ങൾ കാരണം. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറേയധികം ചോദ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് വരാട്ടോ. അതിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താണ് കറണ്ട് അഫയർ ഒക്കെ ഭാഗത്ത് നിന്നൊക്കെ സ്ട്രോങ് ആക്കാൻ പറ്റും. അതുപോലെ കുറേയധികം കണ്ടന്റുകൾ കാണാൻ ശ്രമിക്കുക. ആരുടെ ആണെങ്കിലും ഓക്കെ. നല്ല രീതിയിൽ കുറേയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറേയധികം ചോദ്യങ്ങൾ ഇതിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനപ്പാടായിരിക്കും. ഇനി ചിലപ്പോൾ അടുത്തില്ല, ഇന്നും ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരിക്കും. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലല്ല. വരുന്ന ചോദ്യ പേപ്പർ എന്തോ അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്കൊരിക്കലും ഇന്നത് വരും എന്നുള്ളത് നമ്മളൊരു ഏകദേശ ധാരണയിലിട്ട് പറയുന്നതാണ് അല്ലേ. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടി തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. കാരണം നമ്മൾ കുറേയധികം കാര്യങ്ങളാണ് പഠിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അത് കൺഫ്യൂഷൻ ആകും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ടതിന്റെ റിവിഷൻ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി എഴുതുന്നവർ മാക്സിമം നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി സെപ്റ്റംബർ 7-നാണ് എക്സാമിൽ അടുത്ത സ്റ്റേജിന്റെ. അവർക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ. എന്തൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക.
എക്സാമിന് തന്നെ ഏകദേശം എന്താണ് ഒരു 55-ന് മുകളിലൊക്കെ കട്ട് ഓഫ് വരാം. ഇനി വളരെയധികം ഇതായിട്ട് തോന്നുന്നവർക്ക് ചിലപ്പോൾ 60-ന് മുകളിലും പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലല്ല അതൊന്നും അവർ ഡിസൈഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എഴുതിയവരാണെങ്കിൽ അവരുടെയും കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിന് പഠിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ ഇനിയുള്ളത് എന്താണോ കഴിഞ്ഞവർ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നോക്കുക. അതുപോലെ തന്നെ ഇനി എഴുതാത്തവർ ഇതിനു വേണ്ടി നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്തുകൊള്ളുക. കുറേയധികം കാര്യങ്ങൾ റിവൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.